أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يطيع الله والرسول فأولئك مع الذين أنعمهم عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 69-ാമത്തെ വചനം. ഈ വചനത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് ഇമാം തബരി അടക്കമുള്ള മുൻകാല വ്യാഖ്യാതാക്കൾ പറഞ്ഞു വെച്ച ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത സംഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. എൻ്റെ മക്കളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും എന്നേക്കാൾ പോലും താങ്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബത്തിലായിരിക്കുമ്പോൾ അവരുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കാരണം താങ്കളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാകും. ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ താങ്കളുടെ സദസ്സിലെത്തും, ഞാൻ കാണും, അങ്ങനെ സംതൃപ്തനാകും. എന്നാൽ പ്രവാചകരെ, ഞാൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്.
ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമെല്ലാം മരണപ്പെടും. അള്ളാഹു അനുഗ്രഹിച്ചാൽ എനിക്ക് സ്വർഗപ്രവേശത്തിന് അനുമതി ലഭിച്ചാൽ, പക്ഷേ സ്വർഗത്തിൽ റസൂലെ താങ്കളുടെ ഒരു മർത്തബ പ്രവാചകന്മാരുടെ മർത്തബയാണ്, ഏറ്റവും ഉന്നതമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞാനഥവാ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ തന്നെ ഞാൻ വളരെ താഴെ നിലയിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് താങ്കളോടുള്ള ഈ കമ്പനി, ഈ താങ്കളെ കാണാൻ കഴിയില്ലേ എന്ന്, താങ്കളോടൊപ്പം ആകാൻ കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു റസൂൽ. ഈ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത്. മൻ യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ച ആളുകളോടൊപ്പമായിരിക്കും. മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാരും സത്യസന്ധരും ശുഹദാക്കളും സാലിഹുകളുമായ അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണത്. റമളാനിലെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സംഭവം നൽകുന്ന ചില പാഠങ്ങളുമായി നാം എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിലുള്ള എൻ്റെ കുറെ ചിന്തകൾ മാത്രം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഉപദേശിക്കുവാനും നിർദ്ദേശിക്കുവാനും അല്ല, സ്വയം വിലയിരുത്തുന്നതിനു വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചവർ, ആ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുവാൻ ഉണ്ടായിരിക്കേണ്ട 3 സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്ന വചനം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. നോമ്പിനെ കുറിച്ച് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യമാണ്. ഈമാനോടും ഇഹ്തിസാബോടും കൂടി നോമ്പ് പിടിച്ചാൽ മുൻകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അവിടെ നോമ്പ് പിടിക്കുവാൻ ഒരു നിബന്ധനയുണ്ട്, ഈമാനും ഇഹ്തിസാബും ഉണ്ടാകണം. ഈമാൻ വിശദീകരിക്കേണ്ട ഒരു സദസ്സല്ല ഇത്. പക്ഷെ ഞാനും നിങ്ങളും നമ്മൾ വളരെ ആത്മാർത്ഥമായി നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈമാന്റെ മാധുര്യം അനുഭവിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മധുരം ഒരു അനുഭവമാണ്. ഹലാവത്തുൽ ഈമാൻ എന്ന വിഷയം തന്നെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. മധുരം ഒരു അനുഭവമാണ്. കയ്പൊരു അനുഭവമാകുന്നത് പോലെ തന്നെ മധുരം സുഖകരമായ ഒരു അനുഭവമാകുമ്പോൾ തിരിച്ചാണ് കയ്പ് എന്ന് നമുക്കറിയാം. പക്ഷെ മധുരത്തെ, കയ്പിനെ ഒന്നും തന്നെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ആ അനുഭവം ഒരു ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട ഒരു അനുഭവമായി ഈമാനിനെ മാറുവാൻ, ഈമാൻ മാറിത്തീരുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഈമാൻ കുറെ വിശ്വാസ കാര്യങ്ങളാണ്. ആ വിശ്വാസ കാര്യങ്ങൾ എണ്ണിപ്പടിച്ച, കേട്ടുപഠിച്ച, ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈമാനിനൊരു അനുഭവമായി തീരാൻ,
ഒരു മധുരതരമായ അനുഭവമായി തീരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണ്, ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ആണ് ഞാൻ ആ കാര്യം വേറെ എടുത്ത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവും റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാവുക എന്നതാണ്. അള്ളാഹുവും റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാവുക. നമ്മുടെ ഈമാൻ നമുക്ക് മധുരതരമായ അനുഭവമായി തീരണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട കാര്യം, നമുക്കായിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക, വിലയിരുത്താൻ വേണ്ടി ഞാനും നിങ്ങളും അടങ്ങുന്നവർ. ഇവിടെ അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടതാവുക എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഒരുപാട് കോപ്രായങ്ങൾ കാട്ടുന്ന നാട്ടിൽ നിന്നാണ് നമ്മൾ ഇവിടെ വരുന്നത്. ആ കോപ്രായങ്ങളെല്ലാം അബദ്ധങ്ങളാണെന്ന് ബോധവൽക്കരിക്കുകയും അവ പ്രവാചക സ്നേഹമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വികൃതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്നുമുള്ള വസ്തുത പച്ചയായി തുറന്നു പറയുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹമെന്ന പേരിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ അബദ്ധമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാൻ, മറ്റെന്തിനേക്കാളും അധികം സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടാം. പക്ഷെ ആ സ്നേഹത്തെ പണ്ഡിതന്മാർ 5 രൂപങ്ങളിലുള്ള സ്നേഹമുള്ളതായി പറഞ്ഞു വെക്കുന്നു. ഒരു സ്നേഹത്ത് പ്രകടനത്തിന് ഒന്നാമതായി ഇഷ്ടപ്പെടലാണ്. 5 രൂപത്തിലുള്ളതല്ല സ്നേഹത്തിന്റെ 5 തലങ്ങൾ. ഒന്നാമത്തേത് ഇഷ്ടപ്പെടലാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, ആ ജീവിതത്തിൽ ഒരു പുള്ളിക്കുത്ത് പോലും, ഒരു കറുത്ത പുള്ളി പോലും ഇല്ലായിരുന്നു എന്ന് ഉൾക്കൊള്ളുകയും ആ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ളതായി തീരുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ്. നിങ്ങൾക്കറിയാലോ, ഉമർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, പ്രവാചകരെ, എനിക്ക് എല്ലാറ്റിനേക്കാളും താങ്കളെ ഇഷ്ടമാണ്, എന്നെ ഒഴിച്ചു മാറ്റിയ എല്ലാത്തിനേക്കാളും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. മദീനയിൽ വെച്ചാണ് സംഭവം. മദീനയിൽ വെച്ചാണ് സംഭവം എന്ന് ഞാൻ പറയാൻ കാരണം, നീണ്ട 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആദർശ പ്രബോധന രംഗത്തുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്നുള്ള രൂപത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാറ്റിനേക്കാളും, ഞാനൊഴിച്ച് മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് താങ്കളെ ഇഷ്ടം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേക്കാൾ മറ്റൊന്നിനെ ഇഷ്ടപ്പെടുക എന്നത് മനുഷ്യന്റെ മനഃശാസ്ത്രം അംഗീകരിക്കാത്തതാണ്. ഈഗോ എന്നത് ഒരു അടിസ്ഥാനപരമായ പ്രതിഭാസമാണ് എന്നാണ് മനഃശാസ്ത്രം പറയുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനെ തിരുത്തുന്നു റളിയല്ലാഹു അൻഹു. പോരാ ഉമർ, താങ്കളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നവനായിരുന്നത് വരെ താങ്കൾ ഈമാനുള്ളു എന്ന് ഈമാൻ പൂർണ്ണമാവുകയില്ല. ഒരല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അത് ഏറ്റു പറയുന്നു, റസൂലേ, ഇപ്പോൾ ഞാൻ എന്നേക്കാൾ താങ്കളെ ഇഷ്ടപ്പെടുന്നു. ഇത് ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ഒരാളെ സ്മരിക്കുക എന്നത് ഒരു ആസ്വാദ്യകരമായ അനുഭവമാകും. നമുക്കറിയാം, മനുഷ്യർക്കിടയിലുള്ള ജീവശാസ്ത്രപരമായ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇണകൾ തമ്മിലുള്ള സ്നേഹം. അവരെ സ്മരിക്കുക എന്നത്
ഇഷ്ടതരമായ ഒരു മധുരതരമായ അനുഭവമായി തീരുമ്പോൾ ആ സ്നേഹം നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം. ഇല്ലാതാക്കുമ്പോൾ അവിടെ ചികിത്സ വേണമെന്നാണ്. അത് മറ്റൊരു വിഷയം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ നമുക്ക് മധുരതരമായ അനുഭവമായി തീരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ മുഴുവനും സ്വലാത്ത് ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ്? സ്മരണയാണ്. അതേപോലെ സ്മരിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തിയും ലോകത്തില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കലാണ്. നമുക്കറിയാവുന്നതാണ്, ഉഹദ് രണാങ്കണത്തിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വീണ് കിടക്കുന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് ഒരു മുള്ളൻ പന്നി വീണ് കിടക്കുന്നത് പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വന്ന അമ്പുകൾ സ്വന്തം വിരിമാറ് കാണിച്ചിട്ട് തടുത്തിട്ടാണ് അത് സംഭവിച്ചത്. പ്രവാചകന് വേണ്ടി മരിക്കാൻ തയ്യാറായ ആളുകളുണ്ട്. പക്ഷെ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് 16ഓളം അമ്പുകൾ ശരീരത്തിൽ തറച്ചു നിന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് മാറിയാൽ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് അമ്പ് പറ്റുമെന്ന കാരണത്താൽ മാത്രം അമ്പ് ശരീരത്തിൽ കൊള്ളുമ്പോഴുണ്ടാകുന്ന വേദന തലച്ചോറിനിൽ നിന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം തലച്ചോറ് തീരുമാനമെടുക്കുമ്പോഴേ ബോധപൂർവമായ തീരുമാനം ഉണ്ടാവുക. മറിച്ച് ഇത്തരം രംഗങ്ങളിൽ ഉണ്ടാകുന്ന തീരുമാനത്തെ സയൻസ് വിളിക്കുക റിഫ്ലക്സ് ആക്ഷൻ എന്നാണ്. തലച്ചോറിൽ നിന്നല്ല, സുഷുമനയിൽ നിന്നാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്. തീയിൽ കൊണ്ടായിട്ട് കാല് വലിക്കാതെ തീയിൽ വെക്കാൻ കഴിയൂല. കാരണം തീയിൽ നമ്മൾ വെക്കുമ്പോൾ സ്വാഭാവികമായും കാല് വലിഞ്ഞു പോകുക. ഇതേപോലെയാണ് ഒരമ്പേൽക്കുമ്പോൾ ശരീരം മാറിപ്പോവുക എന്നത്, അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന്, ഇനിയത്തെ അമ്പേൽക്കാതിരിക്കാൻ വേണ്ടി സ്വാഭാവികമായി പോവുക എന്നത്. ആ സ്വാഭാവികത പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് 16 അമ്പുകൾ ശരീരത്തിൽ വീഴുക, എന്നിട്ടും മാറാതെ നിൽക്കുക എന്നത് അത്ഭുതകരമായ പ്രതിഭാസം. ഇന്ന് പ്രവാചകന്റെ ഭൗതിക ശരീരം നമ്മുടെ മുന്നിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരത്തിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു പോയ പ്രവാചകന്റെ ജീവിതചര്യയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അമ്പെയ്യപ്പെട്ടതിനേക്കാളും അന്ന് ശരീരത്തിനെതിരെ അമ്പെയ്യപ്പെട്ടതിനേക്കാളും ക്രൂരമായ രൂപത്തിൽ, മൃഗീയമായ രൂപത്തിൽ പ്രവാചകന്റെ വ്യക്തിത്വത്തിനെതിരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾക്കെതിരെയുമുള്ള അമ്പെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിരോധിക്കാൻ നമ്മൾ സന്നദ്ധമാണോ എന്നതാണ് ചോദ്യം. സ്നേഹത്തിന്റെ മൂന്നാമത്തെ തലമാണ്. 4ാമത്തെ തലം കണ്ടുമുട്ടാനും ഒരുമിക്കുവാനും ആഗ്രഹമുണ്ടാവുക എന്ന, നേരത്തെ പറഞ്ഞ സ്വഹാബിയുടെ ആഗ്രഹം. നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖാക്കളിൽ ഉൾപ്പെടണമെന്ന്, പ്രവാചകന്റെ സ്വഹാബിമാരിൽ പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, റസൂലുള്ളയെ കാണുക എന്നത്, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഭവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതേപോലെ അടുത്ത അനുഭവമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമ്പനിയാവുകയും സഖാക്കളിൽ ഉൾപ്പെടുകയും ചെയ്യുക എന്നത് അനുഭവമായി തീരുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ പരിശോധിക്കുക. ഇതിന്റെ എല്ലാം ആകത്തുകയാണ്, ഇതിന്റെ എല്ലാം പൂർണ്ണതയാണ്, പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും സമ്പൂർണതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പിൻപറ്റുക എന്നത്. സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ വചനം നമ്മൾ ഏറെ ഉദ്ധരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്ന കാര്യം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എന്നെ ഇത്തിബാ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക
അത് നേരത്തെ പറഞ്ഞ 4 തലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇത്തിബാ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ ആരംഭിക്കുമ്പോൾ, ആ പിന്തുടരുന്നത് ഒരു മധുരതരമായ അനുഭവമായി തീരും. നേരത്തെ പറഞ്ഞ ഈമാൻ ഉണ്ടാവുകയാണ് നമ്മളിൽ. ഈമാന്റെ മധുരം നമ്മൾ ആസ്വദിക്കുകയാണ് അവിടെ. ഈ 4 കാര്യങ്ങൾ നമ്മളിൽ ഇല്ലാതെ കേവലം ഇത്തിബാ എന്നത് ഒരു കർമ്മമായി തീരുമ്പോൾ അതിന് യാന്ത്രികതയുണ്ടാകും. നമ്മൾ അത് അവിടെ മാത്രം നിൽക്കും. മറിച്ച് അതൊരു ആസ്വാദകരമായ അനുഭവമായി തീരില്ല. ഞാനത് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പിൻപറ്റുന്ന സമൂഹത്തെക്കുറിച്ച്, പിൻപറ്റേണ്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന അതിൽ നിന്നുള്ള വഴിപിഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസ് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ സ്വഹീഹാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഹദീസ് നമ്മൾ ഏറെ കേൾക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വരങ്ങനെ വരക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് ആ വരയിൽ നിന്ന് കുറെ വരകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 വരകൾ എന്നും കുറെ വരകൾ എന്നും റിവായത്തിട്ട് ഇങ്ങനെ വരയിടുന്നു. എന്നിട്ട് പറയുന്നു, ഇതെല്ലാം തന്നെ നരകത്തിലേക്കുള്ള ളലാലത്തിലേക്കുള്ള പാതയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യം, അതിന്റെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. റസൂലുള്ളാഹി പറയാണ്, ഇതിന്റെ എല്ലാം ഈ തലക്കൽ ഒരു പിശാചുണ്ടാകും. ആ പിശാചാണ് ഈ തലയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം നമ്മൾ. സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗം, ആ നേരായ മാർഗമാണ് റസൂലുള്ളാഹിയോടുള്ള ഇത്തിബാ ആണ്, റസൂലുള്ള പഠിപ്പിച്ച മാർഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു. അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാമുള്ള ശാഖ, അതിൽ നിന്ന് തുടങ്ങുന്ന ഒരുപാട് വഴിപിഴവിലേക്കുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളുടെ തലയിൽ പിശാച് ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. ആ പിശാച് നമ്മളെ മെല്ലെ സമർത്ഥമായി അങ്ങോട്ട് തെറ്റിക്കുന്നു. തെറ്റിപ്പോയാലോ, നമ്മൾ സിറാത്തുൽ മുസ്തഖീമാണെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സിറാത്തുൽ മുസ്തഖീം ഇങ്ങോട്ടാണ്, നമ്മളെ പോക്ക് ഇങ്ങോട്ടാണ്. കുറെ കഴിയുമ്പോൾ സിറാത്തുൽ മുസ്തഖീമും നമ്മളും തമ്മിലുള്ള ദൂരം വളരെ വലുതാകുന്നു. മുസ്ലിം ലോകത്തെ ചിന്താപ്രസ്ഥാനങ്ങളും വടിപിഴവുകളുമായെല്ലാം ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വചനം ഏറെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് എടുത്തു ധരിച്ചത്. റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിനെ തടവന്ന്, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആയത്താണ്, സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ എന്ന സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ചുള്ള വിശദീകരണത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുള്ള, മുഫസ്സിറുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതാരാണ് ഈ അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറയാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ ഞാൻ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓതി വച്ചായത്. അപ്പോ ഈ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ നമ്മൾ നിലകൊണ്ടാൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിലൂടെ പോയി നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുക. അതിൽ തെറ്റുക എന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്നതാണ്. ആ സംഭവിക്കുന്നതാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടി വളരെ കൃത്യമായ മാർഗം പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മളേറെ പറയാറുള്ളതാണ്, സമുദായത്തിൽ നിന്ന് ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ്. 72 മുമ്പുള്ള സമുദായങ്ങളിൽ ഉണ്ടായതെങ്കിൽ നമ്മുടെ സമുദായം അതിലധികമാകും. എന്നിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ രക്ഷപ്പെട്ട കക്ഷിയെക്കുറിച്ച് ഫിർഖത്തുൻ നാജിയയെക്കുറിച്ച് പറഞ്ഞു തന്നത് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ ഇന്ന് നിലകൊണ്ടുവോ ആ മാർഗത്തിൽ നിലകൊണ്ടുവോ. ഇവിടെ നമ്മുടെ മാർഗം സിറാത്തുൽ മുസ്തഖീം തന്നെയാണോ എന്ന് പരിശോധിക്കുവാനുള്ള കൃത്യമായ ഒരു അളവ് കോല് നമുക്ക് ലഭിക്കുകയാണ്. അത് തെറ്റുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മുന്നറിയിപ്പ് നൽകിയ പ്രസ്ഥാനങ്ങൾ, ഇസ്ലാമിക ലോകത്ത് ആദ്യത്തെ വഴിപിടവായി പണ്ഡിതന്മാർ പറയുക ഖവാരിജുകളെ കുറിച്ചാണ്. ഒരു സംഘം എന്നുള്ള നിലക്ക്, അതിനു മുമ്പ് തന്നെ മുസ്ലിം ലോകത്ത് കുഴപ്പങ്ങളുണ്ട്, പക്ഷേ ഒരു സംഘം എന്നുള്ള നിലക്ക് മാറി നിന്നത് ഖവാരിജുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ കൊണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയ വിഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു, റസൂലുള്ളാഹിയുടെ നീതിബോധത്തെ ചോദ്യം ചെയ്ത ആളിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞ വിഭാഗം. ഞാൻ അതിന്റെ ചരിത്രം പറയുകയല്ല, തബൂക്ക് യുദ്ധത്തോടനുബന്ധിച്ച് സംഭവിച്ച സംഭവം. അപ്പോൾ റസൂലുള്ളാഹിയുടെ നീതിബോധത്തെ ചോദ്യം ചെയ്തപ്പോൾ അതിനോട് പ്രതികരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം. ഇത് പ്രവാചകൻ പറഞ്ഞത് ഒരു വിഭാഗം ഉണ്ടാകും, ആ വിഭാഗം ദീനിൽ നിന്ന് ഉരുവിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചു പോകും. അവർ ഖുർആൻ ഓതും, പക്ഷേ തൊണ്ടക്കുടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങില്ല. അവരുടെ ആരാധനകൾ നിങ്ങൾ കണ്ടാൽ, അവരുടെ ഇബാദത്തുകൾ കണ്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുമാറ് അമ്പരപ്പിക്കുന്നതാകും അത്. എന്നാൽ ഞാനുണ്ടായിരുന്നെങ്കിൽ അന്ന് അവരെ കൊന്നുകളയുമായിരുന്നു. സഹീഹ് മുസ്ലിമിൽ കിതാബു സക്കാത്തിലെ 2 ബാബുകൾ ഖവാരിജികളെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ. ഈ ഖവാരിജികൾ ഉണ്ടായി വന്ന ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. അവിടെ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഇവരുടെ പ്രവർത്തനങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖവാരിജികളോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു സംവാദമുണ്ട്. ആ സംവാദം ഏറെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികൾ 6000 ആളുകൾ ഒരുമിച്ചുകൂടി അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തമ്പടിച്ച സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച വ്യക്തിത്വം. അല്ലാഹുവേ, ഖുർആനിന്റെ തഫ്സീർ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തിത്വം. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയുന്നു, അലി റളിയല്ലാഹു അൻഹുവിനോട് പോയിക്കൊണ്ട് ആവശ്യപ്പെടുന്നു, ഞാൻ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെ നിവേദനം ചെയ്തിട്ടുള്ള ഈ സംഭവം അബ്ദുർ റസാഖിന്റെ മുസന്നഫിലും അതേപോലെ തന്നെ ഇമാം അഹ്മദിന്റെ ആ മുസ്നദിലുമെല്ലാം നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള സംഭവമാണ്. ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിന്റെ വാക്കുകളിലാണ് ഈ കാര്യം പറയുന്നത്. ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ ജീവനെ ഞാൻ ഭയപ്പെടുന്നു, താങ്കൾ അവർ വല്ല ഉപദ്രവിക്കുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അവർക്ക് എന്നെക്കുറിച്ചറിയാം, അതുകൊണ്ട് തന്നെ അവർ എന്നെ ഉപദ്രവിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഏതായിരുന്നാലും അവരോട് സംസാരിക്കാം, താങ്കൾ സമ്മതം നൽകിയാൽ. നിങ്ങൾ ളുഹർ നമസ്കാരം ഒന്ന് നീട്ടി നമസ്കരിക്കുമെങ്കിൽ, ളുഹറിന്റെ ജമാഅത്ത് ഒരല്പം നീട്ടി വെക്കുമെങ്കിൽ
ജമാഅത്തിന്റെ പ്രാധാന്യം കൂടി വ്യക്തമാക്കുന്നതാണ് ഈ ഹദീസ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, യമനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു നല്ല കുപ്പായം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു അവരുടെ തമ്പിലേക്ക്. ആ തമ്പിലിരിക്കുന്ന ആളുകൾ, അവരെ ഞാൻ കണ്ടപ്പോൾ അവർ ദിവസങ്ങളായി വിശ്രമിച്ചിട്ട് എന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ മുഖം വിശ്രമമില്ലാത്തവരുടെ അവസ്ഥയെ വ്യക്തമാക്കുന്നു. അവരുടെ നെറ്റിത്തടങ്ങളിലുള്ള തഴമ്പും മുട്ടുകളിലുള്ള തഴമ്പ് ഒട്ടകത്തിൻ്റെതുപോലെയുള്ള തഴമ്പ് അവരുടെ നമസ്കാരത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തരുന്നു. അവരുടെ ശരീരത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ ജീവിത വിരക്തിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ഞാൻ കയറി ചെന്ന്, നല്ല കുപ്പായമിട്ട് കയറി ചെന്ന ഉടനെ തന്നെ അവരുടെ ആദ്യത്തെ ചോദ്യം, ആരാത് ഇബ്നു അബ്ബാസോ ഉഷാറ് കുപ്പായാണല്ലോ ഇട്ടിട്ടുള്ളത് എന്നാണ്. ഒന്നാമത്തെ കാര്യം തന്നെ ആരംഭിക്കുകയാണ് പണ്ഡിതന്മാർ ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് വ്യതിയാനക്കാരെ മനസ്സിലാക്കുക എന്നുള്ളത്. കളിയാക്കിക്കൊണ്ട്, ആരാണ് എന്താണ് എന്നറിയാതെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിക്കണമെന്ന് പഠിപ്പിച്ച ഇയാളുടെ വലുപ്പമോ പ്രസക്തിയോ മനസ്സിലാക്കാതെ കളിയാക്കുക. ഉടനെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജത്. എന്റെ ദാസന്മാർക്ക് വേണ്ടി നാം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ദുനിയാവിന്റെ സീനത്തിനെ ഹറാമാക്കുവാൻ ആരാണുള്ളത്? അപ്പോൾ ഞാൻ ഈ സംഭവം പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ കണ്ടതിനെ കുറിച്ച് പറയാൻ വേണ്ടി. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സൂറത്തുൽ അഅറാഫിലെ 32-ാമത്തെ ഈ വചനം ഞാൻ ഓതിയപ്പോൾ അവർ ഈ വചനം ആദ്യമായി കേൾക്കുന്നത് പോലെയാണ്. അവർ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ തൊണ്ടക്കുടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ യുദ്ധത്തിന് വന്നിട്ടുള്ളത്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 3 പ്രശ്നങ്ങളുണ്ട്. ആദ്യം പറഞ്ഞു, ഇവരോട് സംസാരിക്കാൻ പറ്റൂല, ഈ ഇബ്നു അബ്ബാസ് ഖുറൈശിയാണ്, അയാളോട് സംസാരിക്കാനേ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നു. എന്നാൽ സംസാരിക്കാം എന്ന രൂപത്തിൽ കുറെ ആളുകൾ വരികയും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത്, അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ വിധികർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്നാണ്. രണ്ടാമത്തെ കാരണം, ഇവര് യുദ്ധം ചെയ്തു. അലി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുമായി യുദ്ധം ചെയ്തു. മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുദ്ധാർജിത സന്ദർഭത്തെ പിടിച്ചെടുക്കണം. എന്നാൽ അനീമത്തൊന്നും ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പിടിച്ചെടുക്കാൻ അലി റളിയല്ലാഹു അൻഹു സന്നദ്ധമായില്ല. മൂന്നാമത്തെ പ്രശ്നം, അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കേണ്ടതില്ല, എന്ന് രേഖപ്പെടുത്തേണ്ടതില്ല അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്ന് പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ പിന്നെ അമീറുൽ കാഫിരീൻ ആണല്ലോ, അത് അങ്ങനെയായതുകൊണ്ട് തന്നെ അലിയോട് യുദ്ധം ചെയ്യേണ്ടതാണ്. ഇത്രയാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹം. ഇത്രയാണ് പ്രശ്നം. എന്നാൽ അള്ളാഹുവിന്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം പറയുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. എന്താണ് ഉത്തരം എന്ന് കേൾക്കട്ടെ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറയാൻ തുടങ്ങി. അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 95-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ 95-ാമത്തെ വചനം ഇഹ്റാമിൽ നിൽക്കുന്ന ആളുകൾ വേട്ടയാടിയാലുള്ള പ്രായശ്ചിത്തത്തെ കുറിച്ച് വിശദീകരിക്കുന്ന വചനം. ഇഹ്റാമിൽ നിൽക്കുന്ന ആളുകൾ വേട്ടയാടിയാൽ പ്രായശ്ചിത്തം എന്താണ്? ആ വേട്ടമൃഗത്തിന്റെ വിലക്ക് തുല്യമായ വിലക്ക് മറ്റൊരു മൃഗത്തെ വാങ്ങിക്കൊണ്ട് അതിനെ ബലിയറുക്കുകയോ അതല്ലെങ്കിൽ സദഖ നൽകുകയോ ചെയ്യണം.
ഇങ്ങനെ ഈ ബലിമൃഗത്തിന്റെ ഈ വേട്ടയാടിയ മൃഗത്തിന്റെ വില എത്രയാണ് എന്ന് ആരാ തീരുമാനിക്കുക? നിങ്ങളിൽപ്പെട്ട നീതിമാന്മാരായ ആളുകളുടെ തീരുമാനം. ഖുർആൻ പറയുന്നത്. അവർ മുയലിനെ, അദ്ദേഹം ചോദിച്ചു, എന്നിട്ട് ഒരു മുയലിനെ കൊല്ലുന്ന വിഷയത്തിൽ നിങ്ങളിൽപ്പെട്ട നീതിമാന്റെ തീരുമാനം അംഗീകരിക്കാമെന്നാണ് ഖുർആൻ പറയുന്നത് എങ്കിൽ, മനുഷ്യന്മാർ മുസ്ലിങ്ങൾ ഒരുപാട് കൊല്ലപ്പെടാനുള്ള പ്രശ്നത്തിൽ ഒരു മുസ്ലിങ്ങളിൽപ്പെട്ട മധ്യസ്ഥന്റെ അഭിപ്രായം സ്വീകരിക്കാൻ പറ്റൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് അദ്ദേഹം പിന്നെയും ഉദ്ധരിച്ചു ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 35-ാമത്തെ വചനം. അത് വിവാഹമോചനത്തിൽ എത്തി നിൽക്കുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ളതാണ്. നിങ്ങളിൽപ്പെട്ട പുരുഷന്മാരുടെ പക്ഷത്തിൽ നിന്ന് ഒരു മധ്യസ്ഥനും സ്ത്രീയുടെ പക്ഷത്തിൽ നിന്ന് ഒരു മധ്യസ്ഥനും രണ്ടുപേരും കൂടി നന്മ വരുത്തുവാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു സഹായിക്കുമെന്ന് വ്യക്തമാക്കുന്ന വചനം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരാണും പെണ്ണും തെറ്റിയിട്ട് രണ്ടുപേരും പിരിയുന്നതാണോ പ്രശ്നം? മുസ്ലിം സമുദായം മുഴുവനും തന്നെ തമ്മിലടിച്ച് കൊല്ലപ്പെടുന്നതാണോ പ്രശ്നം? തീർച്ചയായും മുസ്ലിം സമുദായം കൊല്ലപ്പെടുന്നതാണ്. ഈ ഒരു ചെറിയ പ്രശ്നത്തിൽ വരെ നിങ്ങളുടെ മധ്യസ്ഥത സ്വീകരിക്കാമെന്നാണെങ്കിൽ ഈ ഒരു കൊലപാതകം ഇല്ലാതെയാകാൻ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് തന്നെയാണുള്ളത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്തുകളെല്ലാം ഓതിയപ്പോ ഈ മനുഷ്യന്മാർ ഈ ആയത്തുകളെല്ലാം ആദ്യം കേൾക്കുന്നത് പോലെ തോന്നി. ആരാണിത്? നമസ്കാരം കൊണ്ട് ശരീരത്തിൽ പാടുവീഴ്ത്തിയ ആളുകൾ. പുറത്തേക്കുള്ള ചിഹ്നങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ആത്മാവ് ഉൾക്കൊണ്ടാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അദ്ദേഹം ചോദിച്ചു, രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയോട് യുദ്ധം ചെയ്തപ്പോ ഗനീമത്ത് പിടിച്ചെടുത്തില്ല എന്നുള്ളതാണ്. എന്താ അനീമത്ത് വേണ്ടത് നിങ്ങൾക്ക്? അദ്ദേഹം ചോദിച്ചു, ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിൽ 6-ാമത്തെ വചനം നിങ്ങൾ ഓതിയിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ നിങ്ങളുടെ മാതാക്കളാണ് എന്ന വചനം. നിങ്ങളുടെ മാതാവായ ആയിഷയെ നിങ്ങൾക്ക് യുദ്ധമുതലായി പിടിച്ചുകൊണ്ടുവന്ന് അവരെ ഒരു യുദ്ധാർജിത സ്വത്തായി, ഒരു അടിമ സ്ത്രീയായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? സൂറത്ത് അഹ്സാബിൽ 6-ാമത്തെ വചനം ഓതിയപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതെല്ലാം ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന മാതിരി തോന്നി. വീണ്ടും 3-ാമത്തെ പ്രശ്നം എടുത്തിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഇതാ അലി റളിയല്ലാഹു അൻഹു ഒരു മധ്യസ്ഥത്തിന്റെ ഭാഗമായി അമീറുൽ മുഅ്മിനീൻ എന്ന് എഴുതാണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ ഞങ്ങൾ പോയപ്പോ സുഹൈൽ ഇബ്നു അംർ, പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമായ അന്ന് മുശ്രിക്കുകളുടെ പ്രതിനിധിയായി വന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതാൻ പറ്റൂല, റസൂലുള്ളാഹി എന്ന് മായ്ക്കണം. അത് മായ്ക്കണം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു മായ്ക്കാൻ തയ്യാറായില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വന്തം കൈകൊണ്ട് അതെവിടെയെന്ന് ചോദിച്ച് അത് മായ്ച്ചു. റസൂലുള്ളാഹി അല്ലെങ്കിൽ പിന്നെ ആര് റസൂലാ നിങ്ങളുടെ അഭിപ്രായം എന്ന് അവരോട് തിരിച്ചു ചോദിച്ചു. ഒരു മധ്യസ്ഥത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹി എന്ന് എഴുതേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരുമാനിക്കാമെങ്കിൽ ഒരു മധ്യസ്ഥത്തിന്റെ ഭാഗമായി അമീറുൽ മുഅ്മിനീൻ എഴുതേണ്ടതില്ല എന്ന് അലി തീരുമാനിച്ചത് എങ്ങനെ പാതകമാകുമെന്ന് ചോദിച്ചു. അപ്പോഴും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് കേട്ടപ്പോ അവർക്ക് ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കണം മാതിരി. യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് ഉണ്ടായ ചേരിതിരിവുകളുടെ മുഴുവനും തുടക്കക്കാർ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് തന്നെ ശപിക്കപ്പെട്ട ആളുകൾ, അവരുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരിൽപ്പെട്ട ഈ ഇബ്നു അബ്ബാസുമായുള്ള ഈ സംവാദത്തിന് ശേഷം 2000-ലധികം ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാവുകയും ബാക്കി ആളുകൾ വാശിയോടുകൂടി യുദ്ധം ചെയ്യുകയും അങ്ങനെ യുദ്ധത്തിൽ അവർ നാമാവശേഷമാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇതിൽ നമുക്ക് നൽകുന്ന പാഠമുണ്ട്. സിറാത്തുൽ മുസ്തഖീമിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന പാഠം. അതിൽ നിന്ന് തെറ്റാതിരിക്കാൻ നമ്മൾ എന്ത് മാർഗം സ്വീകരിക്കണമെന്ന പാഠം. അവിടെ കേവലമായ പുറത്തെ ഭാവഭാവങ്ങൾക്കപ്പുറത്ത് മറിച്ച് നമ്മുടെ
അവരുടെ നിലപാടുകൾ എന്താണ് എന്നാണ് പരിശോധിക്കേണ്ടത് എന്ന പാഠം നമുക്കറിയാലോ. മുസ്ലിം ലോകത്തെ മറ്റൊരു ചിന്താപ്രസ്ഥാനമായി വന്ന് മുസ്ലിം അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന് പണ്ഡിതന്മാർ ഏക സ്വരത്തിൽ പറഞ്ഞ മുഅ്തസിലുകൾ ആരാതുണ്ടാക്കിയത്? മുഅ്തസിലി പ്രസ്ഥാനം പിൽക്കാലഘട്ടത്തിലെ ചിന്താപ്രസ്ഥാനങ്ങളുടെ മുഴുവനും തലച്ചോറായി ഇന്നും അതിന്റെ സ്വാധീനം നിലനിൽക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ പല ചർച്ചകളിലും. വാസിലുബ്നു അത്താഇ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആരാണിത്? താബികളിൽപ്പെട്ട ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേർക്കുനേരെയുള്ള ശിഷ്യന്മാരിൽ ഏറ്റവും ഉയർന്നയാൾ, മഹാപണ്ഡിതൻ. അദ്ദേഹം എങ്ങാനും പിഴച്ചു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഹസനുൽ ബസരിയെ പോലെ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് റഹ്മത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമായിരുന്ന വ്യക്തിത്വം. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്കപ്പുറത്ത് തന്റെ തലച്ചോറിനെ സ്ഥാപിക്കുന്നതിനു വേണ്ടി അയാൾ ശ്രമിച്ചതിന്റെ ഫലമായി അയാൾക്ക് പിഴച്ചു പോകേണ്ടി വന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ ചോദനയും അടിത്തറയും എന്താകണം എന്ന് നമ്മൾക്ക് തിരിച്ചറിയുന്നതിനു വേണ്ടി. ഈ ആദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ അറിയേണ്ട ഒരു സത്യം, ലോകത്തിന് ആകെ വെറുപ്പുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആദ്യം നമ്മൾക്ക് പലപ്പോഴും അതിന്റെ വലുപ്പം മനസ്സിലായിട്ടില്ല എന്നുള്ളത് സത്യം. നിങ്ങൾക്ക് സാമ്രാജ്യത്വത്തിന്റെ നാടുകളിൽ നിന്ന്, അമേരിക്കയെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ബുദ്ധിജീവികളുടെ അനാലിസിസ് എടുത്ത് പരിശോധിക്കുക. അവിടെ ഇസ്ലാം ടു ഫേസസ് ഓഫ് ഇസ്ലാം ഇതാണ് സ്റ്റീഫൻ സെങ്കറുടെ പുസ്തകത്തിന്റെ തലക്കെട്ട്. മുസ്ലാമിന്റെ രണ്ട് മുഖം. അതിൽ ഒന്നാമത്തെ മുഖം അതിസുന്ദരമായ മുഖം. അതെന്താണ്? സൂഫിസത്തിന്റെയും ഷിയായിസത്തിന്റെയും മുഖം. രണ്ടാമത്തെ മുഖം അതിഭീകരമായ വികൃതമായ വൃത്തികെട്ട മുഖം. അതേതാണ്? വഹാബിസത്തിന്റെ മുഖം. എന്തുകൊണ്ടത് ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട്. ഇസ്ലാമിനെ യഥാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്നത് ഈ രൂപത്തിൽ വൃത്തികെട്ടതാണ് എന്നുള്ള തലം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഈ അടുത്ത് BJPയുടെ സ്പോക്സ് പേഴ്സൺ ഈ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച NDTVയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, നരേന്ദ്രമോദി ഓക്കെ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാളാകും, പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വെറുക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൂർണ്ണമായി തന്നെ അദ്ദേഹത്തെ വെറുക്കും. ആകെ ഇന്ത്യയിൽ അദ്ദേഹത്തിന് എതിരുള്ളത് വഹാബികൾ മാത്രം. അങ്ങനെയാണ് അവർ പ്രയോഗിച്ചത്. വഹാബികൾ മാത്രമാണ് അദ്ദേഹത്തിന് എതിരുള്ളത്. വഹാബികൾ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തുള്ള എല്ലാ മോശത്തിന്റെ എല്ലാ തല്ലിപ്പൊളിന്റെ ആളുകളാണ്. ഈ രൂപത്തിൽ ഈ ആദർശ പ്രസ്ഥാനം പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തമസ്കരിക്കുവാൻ വേണ്ടി പരിശ്രമം നടക്കുമ്പോൾ ഈ ആദർശത്തെ ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്ന ബാധ്യത ഏറ്റെടുത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കിടക്ക് സ്വാഭാവികമായും നമുക്ക് വന്നു ഭവിക്കാവുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ പല തലങ്ങളിലുണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ അടിപതറുകയല്ല വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങൾ നമുക്കറിയാം. അവിടെയെല്ലാം അദ്ദേഹം അതിശക്തമായി നിലകൊണ്ടതും നമുക്കറിയാം. പക്ഷെ നാം ചിന്തിച്ചു നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അതേപോലെ പിന്തുടരുവാൻ വേണ്ടി ആവേശം കാണിച്ചിരുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നിലകൊണ്ട സന്ദർഭത്തെക്കുറിച്ചും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലേ? ഹുദൈബിയ സന്ധിയുടെ സന്ദർഭം, കൽപ്പന അള്ളാന്റേതാണ് സന്ധി നടക്കണം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിക്കൊപ്പിടുമ്പോ മുഹാജിറുകളും അൻസാറുകളുമായ അവിടെ പ്രവാചകനോടൊപ്പമുള്ള 2000-ഓളം വരുന്ന ആളുകളിൽ റസൂലുള്ളാഹി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അനുകൂലിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും ഈ സന്ധിക്കെതിരാണ്. നാണം കെട്ട സന്ധി എന്ന അഭിപ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രംഗത്തും അനുസരിക്കുവാൻ തിടുക്കം കാണിച്ചിരുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ധി ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ തലമുണ്ടനം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പോകാതെ അന്താളിച്ചു നിന്ന സന്ദർഭം. റസൂലുള്ളാഹിയോടൊപ്പം ബദറും മുഹുദും ഖന്തക്കുമെല്ലാം പോരാടിയ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പ്രവാചകരെ, താങ്കൾ പ്രവാചകൻ തന്നെയല്ലേ, താങ്കൾക്ക് വഹി ലഭിക്കുന്നില്ലേ, താങ്കൾ നമ്മൾ സത്യത്തിന്റെ പക്ഷത്ത് തന്നെയല്ലേ എന്ന് ചോദിച്ചു പോയ സന്ദർഭം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, ഞാൻ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രയാസപ്പെട്ട പരീക്ഷണങ്ങളാണ് പലപ്പോഴും ഈ നമ്മൾക്ക് നമ്മുടേത് എന്ന് കരുതുന്ന ആളുകളുടെ പക്കൽ നിന്നുണ്ടാകുന്ന പ്രയാസം ഉണ്ടാകുമ്പോൾ സംഭവിക്കുക. എവിടെയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യലാണ് നമ്മുടെ ദൗത്യം. അത് നമ്മൾ മറക്കാതിരിക്കുക. പിശാചിന്റെ ലക്ഷ്യം ഈ ദഅവത്ത് നിന്ന് പോകലാണ്, ഈ ആദർശ പ്രബോധനം ഇല്ലാതെയാകലാണ്. അതിനവൻ ചെയ്യുന്ന പല മാർഗങ്ങളുണ്ട്. ആ ആദർശ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ അവർ ഒന്നാമതായി ചെയ്യുക അവരുടെ മനസ്സുകൾക്കകത്തേക്ക് അഹങ്കാരത്തെ ഇട്ടുകൊടുത്തുകൊണ്ടാണ്. അഹങ്കാരം ഒരു അണുമണി തൂക്കമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്നുള്ള വിചാരവും ഞാൻ മതി എന്നുള്ള വിചാരവും ഞാൻ പറഞ്ഞാൽ എന്ന വിചാരവും നമ്മുടെ മനസ്സിലുണ്ടായി വരുന്നുവെങ്കിൽ, ഞാനില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുവെങ്കിൽ, നമ്മുടെ ഈ പ്രവർത്തനം നമ്മുടെ നരകത്തിലേക്കുള്ള മാർഗമാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് അഹങ്കാരം ഇട്ടുകൊടുക്കുന്നത് പോലെ തന്നെ പിന്നീട് പിശാചി ശ്രമിക്കുക അവിടെയും പരാജയപ്പെടുമ്പോൾ ഇത്തിഹാദിനെ തകർക്കാനാണ്. ഇത്തിഹാദ് എന്ന് പറയുന്നത് ഐക്യമാണ്, ഈ ആദർശ പ്രബോധന രംഗത്തുള്ള ഐക്യം. അത് തൗഹീദിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു ഐക്യമുണ്ട്. നമ്മളെല്ലാം ഏറെ ആവേശത്തോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യമായി ഒരു സമ്മേളനത്തിന് പ്രമേയം ഉണ്ടാക്കിയത് MSMന്റെ സമ്മേളനത്തിലാണ്. നമ്മുടെ എല്ലാം പ്രവർത്തന നൈരന്തര്യത്തിന്റെ തുടക്കം എന്നുള്ള നിലക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഏകമാനവതയ്ക്ക് ഏകദൈവ വിശ്വാസം എന്ന പ്രമേയത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ പല മൂലകളിലും പോയി വരാനിരുന്ന പണ്ഡിതന്മാരിൽ പലരും വരാത്തതുകൊണ്ട് സംസാരിക്കാൻ നിർബന്ധിക്കപ്പെട്ടപ്പോഴാണ് സംസാര രംഗത്തേക്ക് കടന്നു വരാവാൻ എനിക്കെല്ലാം അവസരം ഉണ്ടായത്. അന്ന് ഈ തൗഹീദിൽ നിന്നുണ്ടാകുന്ന ഏകമാനവതയെക്കുറിച്ച് ആവേശത്തോടെ നമ്മൾ കേട്ടിരുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു, ഖാദിസിയ യുദ്ധത്തിലെ ചരിത്രം. ഖാദിസിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് യുദ്ധ രംഗത്ത് വീണ് കിടക്കുന്ന സ്വഹാബിമാർ, മരണത്തിന്റെ അവസാനത്തെ നിമിഷത്തിൽ ദാഹം മരണവക്രത്തിലെത്തുന്ന ആ ദാഹം കൊണ്ട് ഒരിറ്റ് വെള്ളം ലഭിക്കുവാൻ വേണ്ടി ആർത്തട്ടസിക്കുന്ന സഹാബിമാരിൽ ഒരാൾ. അത് കേട്ട് വെള്ളവുമായി ഓടിച്ചെല്ലുന്ന മറ്റൊരു സഹാബി ഓടിച്ചെന്ന് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ നേരത്ത് വെള്ളം ചോദിച്ചുകൊണ്ട് മറ്റൊരു സ്വഹാബി, മരിക്കാൻ കിടക്കുന്ന രക്തസാക്ഷിയാകുവാൻ കിടക്കുന്ന വരിക്ക് പറ്റി കിടക്കുന്ന മറ്റൊരാൾ ചോദിക്കുന്നത് കേൾക്കുന്നു. മരണത്തിന്റെ അവസാനത്തെ സന്ദർഭം. അപ്പോ
പറയാൻ പോലും കഴിയാതെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് ഈ വെള്ളം അവനക്ക് കൊടുക്കൂ എന്ന് പറയാൻ കഴിയുന്ന ഇത്തിഹാദ്. ഇതുണ്ടാകുന്നത് തൗഹീദിൽ നിന്നാണ്. അവിടെ ചെന്ന് അവിടെ നിന്നും ഇതേ സംഭവം ഒരാളല്ല എന്ന് മനസ്സിലാക്കിയ, ഒരു വ്യക്തിയുടെ സ്വഭാവമല്ല എന്ന് മനസ്സിലാക്കി തരാണിത്. അവിടെ നിന്ന് ഇതേ സംഭവം, ഒരു വെള്ളം കൊടുക്കാൻ നേരത്ത് അടുത്തൊരാളുടെ കരച്ചിൽ കേൾക്കുന്നു, അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നു, അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്ക് അയാൾ മരിക്കുന്നു, തിരിച്ചിങ്ങോട്ട് പോത്തുമ്പോൾ ഇയാൾ മരിക്കുന്നു, ആദ്യത്തെ ആളിലേക്ക് തിരിച്ചെത്തുമ്പോൾ 3 പേരും മരിക്കുന്നു. ഇത് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. ഇത് തൗഹീദ് കൊണ്ടുണ്ടാകുന്ന ഇത്തിഹാദാണ്. തൗഹീദ് കൊണ്ടുണ്ടാകുന്ന സാഹോദര്യപാട്, മാനവതയാട്, ഐക്യമാണ്. ഇത് ആദർശ പ്രബോധന രംഗത്തുള്ളവരിൽ നിന്ന് തകർക്കാൻ പിശാചി വളരെ ബോധപൂർവമായി പരിശ്രമിക്കും. അവിടെയാണ് നാം ആദർശ പ്രബോധന രംഗത്ത് സംഘടനയിലൂടെ സംഘമായി നിന്ന് ഏതൊരു ആദർശത്തിനു വേണ്ടി പ്രവർത്തിച്ചുവോ ആ ആദർശത്തിനു വേണ്ടി ഈ സംഘത്തിന്റെ മേൽക്കൂരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന നിരന്തരമായ പ്രവർത്തനം ഉണ്ടാകേണ്ടത്. സംഘടന എന്ന് പറയുമ്പോൾ അതിന് നേതൃത്വവും അനുയായികളും ഉണ്ടാകും. നേതൃത്വം എന്ന് പറയുമ്പോൾ ആകാശത്തിൽ നിന്ന് പൊട്ടി വീണയാളുകളൊന്നുമല്ല ഒരിക്കലും നേതൃത്വത്തിലെത്തുക. മനുഷ്യരിൽപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ നേതൃത്വത്തിലെത്തിക്കുക. അവർക്ക് അവരുടേതായ പരിമിതികളും പരിധികളും പോരായ്മകളുമെല്ലാം ഉണ്ടാവുക സ്വാഭാവികം. അവിടെ അനുയായികളും നേതൃത്വവും ഒരുമിച്ച് നിന്ന് അവ പരസ്പരം തിരുത്തി മനസ്സിലാക്കി ഈ ആദർശ പ്രബോധന രംഗത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി ഈ പ്രബോധന രംഗം വിജയിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പിശാചിച്ച് ശ്രമിക്കാൻ ഞാൻ പറഞ്ഞു ഈ ഇത്തിഹാദ് തകർക്കാൻ. അതിനെന്താ മാർഗം? ഇത്തിഹാദ് തകർക്കാനുള്ള എളുപ്പമാർഗം ചവിട്ടിൽ വന്നുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു തരലാണ്. അത് വളരെ സമർത്ഥമായ മാർഗമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കുറിച്ചുള്ള ധാരണകളോ തെറ്റിദ്ധാരണകളോ പ്രചരിപ്പിക്കുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രചാരണത്തിന്റെ വക്താവാകുവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് വിശദീകരിക്കേണ്ടതില്ല. സൂറത്തുൽ ഹുജറാത്തിലെ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ വചനം നമുക്കറിയാം. പരദൂഷണത്തെ കുറിച്ച് പറയുന്ന വചനം, അന്യന്റെ മാംസം, മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്ന വചനം. അതിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇമാം അൽബാനി അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ ഒന്നിച്ചുള്ളൊരു യാത്ര. ആ യാത്രയിൽ ഇവരെ സേവിക്കാൻ വേണ്ടി, അറബികളുടെ ഒരു ശീലം അനുസരിച്ച് ഇവരെ സേവിക്കാൻ വേണ്ടി കൂടിയ ഒരാളുണ്ടായിരുന്നു. അയാൾ ആരാണെന്ന് ഹദീസിൽ നിന്ന് വ്യക്തമല്ല. അങ്ങനെ കൂടി ഒരുമിച്ച് പോവുകയാണ്. അതിനിടക്ക് അബൂബക്കറും ഉമറും ഉച്ചയുറക്കത്തിന്റെ സമയത്ത് ഉറങ്ങി തങ്ങളുടെ ഈ ടെന്റിൽ. അപ്പൊ അവരുടെ ശീലം അനുസരിച്ച് സേവിക്കാൻ കൂടിയ ആള് ഇവരെ ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യണമെന്നാണ് അറബികളുടെ സാധാരണയായ ഒരു ശീലം. ഇവരെ ഉണർന്നു നോക്കിയപ്പോ സേവിക്കാൻ വേണ്ടി വന്ന ആള് നല്ലോണം ഉറങ്ങുന്നുണ്ട്. അപ്പൊ ആരോ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, ഇവൻ ഭയങ്കര ഉറക്കക്കാരൻ തന്നെ കേട്ടോ. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചുണർത്തിയതിന് ശേഷം അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടെന്റിൽ പോയി പറയാൻ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം തരണം. റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞതിന് ശേഷം പറയാ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ഇയാൾ പറഞ്ഞു, പ്രവാചകരെ, ഉമറും അബൂബക്കറും താങ്കൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി തിരിച്ചും സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവര്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരോട് തിരിച്ചു പോയി പറഞ്ഞേക്ക് അവർ പള്ള നിറച്ചും തിന്നിട്ടുണ്ട് എന്ന്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു,
നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവരത്ഭുതപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു, എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ താങ്കൾ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നോ, നിങ്ങൾ നിങ്ങളോടൊപ്പം ഉറങ്ങിയ ആളുടെ ഇറച്ചി തിന്നുന്നത് ഞാൻ കേട്ടല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ആ ഇറച്ചിയുടെ ആര് ഞാൻ കാണുന്നു ഇപ്പോ. എന്താ വിഷയം? വളരെ ചെറിയൊരു കാര്യല്ലേ, നമ്മളെല്ലാം എപ്പോഴും പറയാറുള്ള കാര്യം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടനെ തന്നെ ഇവർക്ക് തെറ്റ് മനസ്സിലായി. പ്രവാചകനോട് അവർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, തെറ്റ് പുറത്തു തരാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നമ്മൾ അതിനേക്കാളും പേടിപ്പിക്കുന്നതാ. എന്താ? ഞാനല്ല, അയാളോട് പോയി പ്രാർത്ഥിക്കാൻ പറയും. നമ്മൾ ആരെക്കുറിച്ചാണോ പരദൂഷണം പറഞ്ഞത്, അയാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം ആ തെറ്റായി പടച്ചതമ്പുരാന്റെ കിതാബിലുണ്ടാകുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മള് അത്തരം പരദൂഷണ പ്രചരണങ്ങൾ പലപ്പോഴും അത് വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന ആയുധങ്ങളായിട്ടാണ് നമ്മൾ പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കുന്നത്. SMS, ഇമെയിൽ, ഇങ്ങനത്തെ സാധനങ്ങൾ. അത് പരദൂഷണാണെങ്കിലും ശരിയാണെങ്കിലും പോലും നമുക്ക് ശരിയാണെന്ന് ഉറപ്പുള്ളതല്ലാത്തൊരു സാധനവും ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്നതാകണം നമ്മുടെ നിലപാട്. നമുക്ക് അന്നൊരു പ്രശ്നമല്ല, നമുക്ക് അങ്ങോട്ട് തോന്നിയാൽ ഫോർവേഡാണ്. 1000 ആൾക്കാർക്ക് എത്തിച്ച് നമ്മൾ ആ 1000 പിന്നെയും 1000ങ്ങൾക്ക് എത്തിച്ചു. ഒരാളെ കുറിച്ചുള്ള പരദൂഷണമാണെന്ന് വിചാരിക്കുക. പരദൂഷണം തന്നെ അയാൾ ചെയ്യാത്തത് നടത്തല്ലോ, അയാൾ ചെയ്തത് തന്നെ. പക്ഷെ അയാൾക്ക് ഇഷ്ടമല്ലാത്തത് പ്രചരിപ്പിക്കുന്നത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർവചനം. നമ്മൾ 1000 പേർക്ക് അയച്ചു, അവർ പിന്നെയും 1000ങ്ങൾക്ക് അയച്ചു. അതങ്ങനെ ലക്ഷങ്ങളും കോടികളുമായിട്ടുള്ള ആളുകളിൽ അതെത്തിയാൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് വരികയും നമ്മൾക്കത് നമുക്ക് അത് അയാളത് പൊറുക്കലിനെ തേടി, അയാൾ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ഒരാളത് സെറ്റ് ചെയ്തിട്ട് അയാളത് പൊറുക്കലിനെ തേടി കഴിഞ്ഞാൽ, അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് പുറത്തിട്ട് നമുക്കോ നമ്മളത് ഫോർവേഡ് ചെയ്താൽ നമുക്കോ ഈ കോടിക്കണക്കിന് ആളുകളോടെല്ലാം നടന്നിട്ട് അയാൾ പുറത്തുക്കലിനെ തേടിയിട്ടോ അയാൾ ഞാൻ തെറ്റുകൾ ചെയ്യലോട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ബോധപൂർവമല്ലാതെ പറയുന്ന ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അത് അങ്ങനത്തെ ചില ഒരു വാക്കുണ്ട്. എനിക്കെല്ലാം പരിചയമുണ്ട്. ചിലരുടെ ഒരു വാക്ക്, അതിന്റെ വലുപ്പം ഇപ്പോഴും നമ്മൾ അറിയുന്നത് കാരണം അവരുടെ ഒരു വാക്ക് ഒരു കുടുംബത്തിന് ഹിദായത്തായി, ആ കുടുംബം പിന്നീട് ദഅവത്തിന്റെ രംഗത്തായി, ആ കുടുംബത്തിന്റെ ദഅവത്ത് കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലെത്തി. അതുകൊണ്ട് ഇന്നും ഒരുപാട് ആളുകൾക്ക് ഈ സത്യസന്ദേശം എത്തുകയും ഹിദായത്തിന് നിമിത്തമാവുകയും ചെയ്യുന്നു. ഒരു വാക്ക്, ഒരു സംസാരം. ഈ ആൾ ഈ വാക്ക് പറഞ്ഞയാൾ ഈ വാക്കിന്റെ വലുപ്പം അറിയുക പരലോകത്തെത്തുമ്പോഴായിരിക്കും. ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഒരാളുടെ ഒരു വാക്കുകൊണ്ട്, അയാൾ ബോധപൂർവമല്ലാതെ പറയുന്ന ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ അയാൾ നരകത്തിലെത്തിയേക്കും. നമ്മുടെ വാക്കുകൾ അത് നരകത്തിലെത്തുവാൻ നമുക്ക് കാരണമാകില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ ഇത്തിഹാദിനെ തകർക്കാൻ നമ്മളിൽ നിന്നായി ഒരു അറ്റംപ്റ്റും ഉണ്ടാവില്ല, ഒരു കയ്യേറ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം കുറച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറയുന്നതിന് മുമ്പ് നീ അത് നല്ലതാണോ എന്ന് പരിശോധിക്കണം. നിന്റെ വാക്ക് നാവിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല. നല്ലത് എന്നാണ് പറഞ്ഞത്, സത്യമെന്നല്ല. സത്യം മറ്റൊരു വിഷയമാണ്, അസത്യമാവാൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. ഈ നല്ലതല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകില്ലെങ്കിൽ നീ അത് പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇമാം ഷാഫി. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ കക്കാട് വലിയ പ്രയാസത്തിൽ പറഞ്ഞ കാര്യം, ആ പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പരീക്ഷണമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും.
ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാതയിലുമായിരിക്കുന്നിടത്തോളം കാലം ആ ആദർശ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളത് സത്യപാട്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ സുന്നത്താണത്. എന്നാൽ ആ പണി നമ്മൾ നിർത്തിയാൽ നാം KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും ഇസ്ലാഹി സെന്ററിന്റെയും എല്ലാം ബാഡ്ജുമായി നടക്കുകയും നാം ഈ ആദർശ പ്രബോധനം എന്ന പണി നിർത്തുകയും ചെയ്താൽ അള്ളാഹു അതിന് പകരം വേറൊരു ടീമിനെ കൊണ്ട് പടച്ചോന്റെ പണിയാണത്. നമ്മൾ ബാഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെ പണി വേറെ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ ഈ അപവാദ പ്രചരണത്തിലും കാര്യങ്ങളിലുമായിരിക്കും. അതുകൊണ്ട് ഈ ആദർശ പ്രബോധനം എന്നത് നമ്മുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്തവർ എന്നുള്ള നിലക്ക് എന്തെന്ത് പരീക്ഷണമുണ്ടായാലും ആ പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന്, ആ രംഗത്ത് നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ കഴിയണം. സ്നേഹമെന്നാൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈമാനില്ലാത്ത ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. ഈമാനില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോവില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ ഒരു മനുഷ്യനും ഈമാൻ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ വലുപ്പം നമുക്ക് ചിലപ്പോ ഇങ്ങനെ ഇത് ഖുതുബകളിലും പ്രസംഗങ്ങളിലും കേട്ട് ശീലമുള്ളത് കൊണ്ട് അതൊന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡില്ല. ഇപ്പൊ അടുത്ത് മരിച്ച ഒരാളുണ്ട്, ലീഡർഷിപ്പിന്റെ രംഗത്തെ ലോകത്തെ നമ്പർ 1 ആയിരുന്നു, സ്റ്റീഫൻ ആർ കോവേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വലിയ ക്ലാസിക്കാണ് ആ രംഗത്തെ, വലിയ ഒരുപാട് റീഡേഴ്സിനെ ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പികൾ. ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതെല്ലാം എഴുതി കഴിഞ്ഞ് ഒരു 10-20 കൊല്ലം മുമ്പ് എഴുതിയതാ. അത് എഴുതിക്കഴിഞ്ഞ് 10-20 കൊല്ലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ രംഗത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും കൂടി കൂട്ടിവെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതണം തോന്നുകയും അദ്ദേഹം ഒരു പുസ്തകം എഴുതി. 8th ഹാബിറ്റ് എന്നാണ് ആ ബുക്കിന്റെ പേര്. 8th ഹാബിറ്റ് ഈ ബുക്കിന്റെ ഏകദേശം ഇരട്ടിയുണ്ട്. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോ എനിക്ക് തോന്നിയത്, ആ പുസ്തകം ഇങ്ങനെ പിടിച്ചിട്ടോ ഇങ്ങനെ അങ്ങോട്ട് പിടിഞ്ഞാൽ അതിങ്ങനെ ഒരു ഹദീസ് ഇങ്ങനെ വരും. ആ ഹദീസ് ഇതാണ്: നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല എന്ന ഹദീസ്. അദ്ദേഹം ഇന്റഗ്രിറ്റിയെയും യഥാർത്ഥത്തിൽ എഫക്റ്റീവ്നെസ്സിൽ നിന്ന് ഗ്രേറ്റ്നെസ്സിലേക്ക് എങ്ങനെ പോകാമെന്നും എല്ലാം വിശദീകരിക്കുന്ന ഒരുപാട് സംഗതികൾ. ഇത് ഞാൻ പറയുന്നത്, ഇതാണ് സത്യത്തിൽ ആദർശ പ്രബോധന രംഗത്തെ ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ എന്നോടൊപ്പം എന്റെ ഇസ്ലാഹി സെന്ററിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിന് പകരം ഞാൻ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഓനെ പോകാൻ സമ്മതിക്കൂല എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും നമ്മളുടെ നിലപാട്. ചില ആളുകളെ നന്നാക്കാൻ വേണ്ടി ഇടങ്ങാറാകുന്നത് കണ്ടിട്ട് അവര് നരകത്തിലേക്ക് ഇങ്ങനെ പോകുന്നത് നമ്മൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. മറ്റവനെ പറ്റി അവൻ ചെയ്ത തകരാറുകൾ, പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആ പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടാൽ അയാൾ അതുകൊണ്ടുണ്ടാകുന്ന പരലോകത്തെക്കുറിച്ചുള്ള ബോധം ആണ് എന്ന് വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഈ സാധുവിന്റെ പരലോകം നഷ്ടപ്പെടും. ഇവിടെ ഖവാരിജികളെ പോലെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളായി തീരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ജഡബഡാലിറ്റികളിലല്ല. AP അബ്ദുൽ ഖാദർ മൗലവി മുമ്പ് പറയുന്ന ഒരു പ്രയോഗമാണത്, ജഡബഡാലിറ്റി. പുറമേക്കുള്ള കേവലമായ ആംഗ്യ പ്രത്യയങ്ങൾക്കപ്പുറത്ത് തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ പുറമേക്കുള്ള ആംഗ്യങ്ങളും പുറമേക്കുള്ള രീതികളുമെല്ലാം സ്വീകരിക്കേണ്ടത് മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിനപ്പുറത്ത് അത് സ്വീകരിക്കുന്നവന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധ ഖുർആൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവന്റെ കൊള്ളക്കൊടുക്കകളിലും അവന്റെ സ്വഭാവ സവിശേഷതകളിലും അവന്റെ പെരുമാറ്റത്തിലും അവന്റെ വർത്തമാനത്തിലുമെല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മുടെയും അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ തെറ്റിക്കുന്നതിന് വേണ്ടി, നമ്മുടെ മനസ്സുകൾക്കകത്ത് തൻപോരിമയുണ്ടാക്കുന്നതിന് വേണ്ടി, ഞാൻ മതി എന്ന് വിചാരമുണ്ടാക്കുന്നതിന് വേണ്ടി, അഹങ്കാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പിശാച് സജീവമായി പരിഗണിക്കുമ്പോൾ ആ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുക. അതോടൊപ്പം തന്നെ ഈ ആദർശ പ്രബോധന രംഗത്തെ നമ്മുടെ ഈ കൂട്ടായ്മയെ തകർക്കാൻ ദുരാരോപണങ്ങളുമായി കടന്നു വരുമ്പോ, പിശാച് കടന്നു വരുമ്പോ അതിനെയും യഥാർത്ഥത്തിൽ ഈ സംഘത്തിന്റെ, സംഘടനയുടെ, ഈ ആദർശ പ്രബോധന കൂട്ടായ്മയുടെ മേൽക്കൂരക്ക് കീഴിൽ നിന്നുകൊണ്ട് അവക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലുള്ള, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയ രൂപത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രം 14 നൂറ്റാണ്ട് മുമ്പത്തെ ചരിത്രമല്ല, ഏതാനും വർഷങ്ങൾ ആയിട്ടുള്ള ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രം തന്നെയാണ്. റസൂലുള്ളാഹിന്റെ സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ചെത്തി മിനുക്കിയിട്ടൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ സമൂഹത്തിൽ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ പേഴ്സണാലിറ്റി തന്നെ, വ്യക്തിത്വം തന്നെയാണ്. റളിയല്ലാഹു അൻഹും ആ വ്യക്തിത്വങ്ങളെ, പക്ഷെ ആ വ്യക്തിത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടി ഒരേ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും അവിടെ ഒരു സംഘമായി, സംഘടനയായി ഈ ആദർശ പ്രബോധനത്തിന്റെ രംഗത്ത് പ്രവാചകന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയും പിന്നെ അവരുടെ ഓരോരുത്തരുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് ഈ ഒരു അടിത്തറയിൽ നിന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ റമളാനിൽ നാം ഈമാനോട്, ഇഹ്തിസാബോടുകൂടി നോമ്പ് പിടിക്കുമ്പോൾ ഈമാനിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച സിറാത്തുൽ മുസ്തഖീമിലൂടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അത് കോലത്തിൽ മാത്രമല്ല, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, വാക്കുകളിൽ, സംസാരങ്ങളിൽ, നമ്മുടെ കൊള്ളക്കൊടുക്കകളിൽ എല്ലാം തന്നെ പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്ത് ആ രൂപത്തിൽ നമുക്ക് ഈമാനിനെ ആസ്വാദകരമായ അനുഭവമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒരല്പം കൂടുതൽ എടുത്തു. ഒരു കാരണക്കാരന് കക്കാട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടായപ്പോൾ എനിക്കും വല്ലാതെ പ്രയാസം തോന്നിയത് കൊണ്ട് ആണ് ഞാൻ കുറേ വിഷയങ്ങളിലൂടെ കടന്നുപോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശ പ്രബോധന രംഗത്ത് ആരുടെയും വെറുപ്പുകളെയും ആരുടെയും പൊടിവാക്കുകളെയും ഭയപ്പെടാതെ ഈ തൗഹീദിന്റെ, ഈ സുന്നത്തിന്റെ, ഈ ഇത്തിബാഇന്റെ ആദർശവുമായി അവസാന ശ്വാസം വരെ മാറാതെ മുന്നോട്ട് പോകാൻ നാഥൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാകാൻ ഈ ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കാത്ത നമുക്ക് പരലോകത്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹിയുടെ സഹാബിയാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാരൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന ഈ ആളുകളെ ഞങ്ങളെ ആരെയും ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കുകയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.